ഞാൻ ഇന്നിവിടെ ഒരു ശുദ്ധി കലശം നടത്തും. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അൻവിന്റെ സ്കാം അക്യൂസേഷനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്കൊരു സത്യം അറിയോ? ഞാൻ ഒരു വലിയ സംഭവം. കമ്മിങ് ടു ദ പോയിന്റ്, ഇതൊരു 3 പാർട്ടുള്ള സീരീസ് ആയിരിക്കും. 3 days later. അൻവിന്റെ വീഡിയോയ്ക്കകത്ത് ഒരു തേർഡ് പാർട്ട് ഉണ്ടാവില്ല. എന്തു പറ്റി? ധൈര്യം ചോർന്നു പോയോ? കാരണം അൻവിനെ വിറ്റോണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞൊരു കൂട്ടം ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. അതെ ആനന്ദകുട്ടേട്ടാ, ഇങ്ങോട്ട് നമ്പർ ഇടല്ലേ. എനിക്കത് തന്നെ പിടിച്ചിരിക്കാൻ താല്പര്യമില്ല. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? ഫ്ലാഷ് ബാക്ക്. ശരിക്കും എന്ത് റീസൺ കൊണ്ടാണ് അനന്തു സുൽജിത്തിനെ ഞങ്ങൾ പറഞ്ഞു വിട്ടത്? എന്താ കാര്യം? മാനേജറായി പ്രവർത്തിച്ച അനന്തു സുൽജിത്ത് എന്ന വ്യക്തി സാമ്പത്തിക തട്ടിപ്പ് നടത്തി കബളിപ്പിച്ചെന്നും നിരവധി പെൺകുട്ടികളെ പ്രേമത്തിൽപ്പെടുത്തി സാമ്പത്തികമായി ചൂഷണം ചെയ്തെന്നും അയാളെ ഞങ്ങൾ പിരിച്ചുവിടുകയും ആ വിവരം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം അർച്ചന എന്ന ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും 75,000 രൂപയും ഒരു മാലയും ഇയാൾ പലവിധ ആവശ്യങ്ങൾ പറഞ്ഞു വാങ്ങി. അത് ശരി, അപ്പൊ ഇതാണല്ലേ പരിപാടി. ഇയാൾ പണം ചോദിക്കുന്ന സ്ക്രീൻഷോട്ട്, ഗൂഗിൾ പേയുടെ സ്ക്രീൻഷോട്ട്, പണം ചോദിക്കുന്ന വോയിസ് റെക്കോർഡ് എല്ലാം തെളിവായി ഉണ്ട്. സെക്കൻഡ് തിങ്, കട്ട ആൽക്കഹോളിക് ആയിരുന്നു. കള്ളു കുടിച്ച് കഴിഞ്ഞാൽ പുള്ളി എന്താ ചെയ്യുന്ന പുള്ളിക്ക് പോലും അറിയത്തില്ല. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട. ഇക്കാര്യമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പല പെൺകുട്ടികളെയും അനന്തു പ്രണയിച്ച് പണം വാങ്ങിയതായി പിന്നീട് ഗൗരി അറിഞ്ഞു. സാർക്ക് ഇപ്പിടി ഒരു ഫ്ലാഷ് ബാക്ക് ഇരിക്കുന്നു. ഒരു പോലീസുകാരനും പറഞ്ഞില്ല. 70,000 രൂപയും 3.5 പവനുമാണ് ഇവൻ അടിച്ചെടുത്തത്. അനന്തുവാകട്ടെ ഒളിവിലുമാണ്. എന്താ നിനക്കൊരു പുറ്റം പോലെ? എടാ, എന്നെ സർക്കാർ അംഗീകരിച്ച് സ്റ്റേഷനിൽ ഫോട്ടോ വെച്ചിട്ട് കൊല്ലം 3-4 കഴിഞ്ഞു. ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിന്നുന്നതെല്ലാം പൊന്നാണ്. ഇപ്പൊ കറക്റ്റ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.